ഹലോ നമസ്കാരം. എൻ്റെ പേര് ശരത്ചന്ദ്രൻ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് റിയാക്ട് വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിൾ ടു ഡു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം എന്നാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നമുക്കൊരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ടു ഡു ടൈപ്പ് ചെയ്തിട്ട് നമ്മളത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ടു ഡു ലിസ്റ്റിലേക്ക് ആഡ് ആകും. 2 ബട്ടൺ ആണ് ടു ഡു ലിസ്റ്റിന്റെ ഓരോ ടു ഡു ഐറ്റത്തിന്റെ കൂടെ ഉള്ളത്. ഒരു കംപ്ലീറ്റ് ബട്ടണും ഡിലീറ്റ് ബട്ടണും. നമ്മൾ കംപ്ലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടു ഡു ടെക്സ്റ്റിന്റെ മേളിൽ ഒരു ലൈൻ വരും. അതിന്റെ സ്റ്റൈല് മാറുന്നതായിരിക്കും. ഇനി ഡിലീറ്റ് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ആ ടു ഡു നമ്മുടെ ടു ഡു ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ആകുന്നതുമായിരിക്കും. അപ്പൊ ഇത്രയും ഫങ്ഷനാലിറ്റി വെച്ചുകൊണ്ട് ഒരു സിമ്പിൾ ടു ഡു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ റിയാക്ട് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കോഡിങ് തുടങ്ങാം. ഞാൻ ഓൾറെഡി ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ npm സ്റ്റാർട്ട് കൊടുത്ത് റണ്ണും ചെയ്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് വരുന്നത് നമുക്കറിയാം ആപ്പ് ഡോട്ട് ഇൻഡെക്സ് ഡോട്ട് ജെഎസിൽ അവർ ആപ്പ് കമ്പോണന്റ് വിളിച്ചിട്ടുണ്ട്. ആപ്പ് ഡോട്ട് ജെഎസ് എന്നാണ് ഈ ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ അതങ്ങ് ഇവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാണുന്ന സംഭവം നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് പോകും. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ടു ഡു ആപ്പ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ ആപ്ലിക്കേഷന് വേണ്ട, അതായത് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഈ ടു ഡു ആപ്ലിക്കേഷന് വേണ്ട എല്ലാ CSSഉം സ്റ്റൈലുകൾ ഉണ്ടല്ലോ, ഇതിന് ഈ ബട്ടന്റെ ഇതിന്റെ എല്ലാ സ്റ്റൈലും ഞാൻ ഒരു ഗൂഗിൾ ഷീറ്റിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പൊ ഇത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇട്ടാൽ മതി. ആ ലിങ്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. അതിൽ നിന്നും CSS കോപ്പി ചെയ്യുക. CSS കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് index.css എന്നും പറഞ്ഞൊരു ഫയൽ ഉണ്ട്. റിയാക്ട് ആപ്ലിക്കേഷൻ്റെ അകത്ത് index.css എന്ന് പറയുന്ന ഫയലില് ഓൾറെഡി കുറച്ച് CSS കാണും. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ തന്ന CSS നിങ്ങൾ ഇടുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ആ എഴുതിയ CSS കിട്ടിക്കോളും. അതായത് ഇതിന്റെ CSS കിട്ടിക്കോളും. ഇനി നമ്മുടെ ആപ്പ് ഡോട്ട് ജെഎസിൽ ഈ ക്ലാസ് നെയിം എന്നുള്ള സംഭവം ആപ്പ് മാറ്റിയിട്ട് നമുക്ക് കണ്ടെയ്നർ കൊടുക്കാം. കണ്ടെയ്നർ എന്നാക്കാം. ഇപ്പം UI ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ചെറുതായിട്ടൊരു വെള്ള കളറിലെ സംഭവം വന്നിട്ടുണ്ട്. ഇനി ഈ ഡിവിന്റെ അകത്ത് div ക്ലാസ് നെയിം ടു ഡു ഇൻപുട്ട്, അതായത് ക്ലാസ് നെയിം നമ്മൾ റിയാക്റ്റിൽ കൊടുക്കുന്നത് സ്റ്റൈൽ അപ്ലൈ ആകാൻ വേണ്ടിയാണ്. അപ്പം CSSൽ നമ്മൾ സ്റ്റൈൽ എഴുതത്തില്ലേ, ഇപ്പൊ index.css പോയി കഴിഞ്ഞാൽ ആ ടു ഡു ഇൻപുട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റൈല്. ഈ സ്റ്റൈലിന്റെ ക്ലാസ് നമ്മുടെ എലമെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് നെയിം ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലാസ് നെയിം കൊടുത്തിട്ട് ആ സ്റ്റൈൽ ക്ലാസിന്റെ പേര് കൊടുത്ത് ആ സ്റ്റൈൽ അപ്ലൈ ആയിക്കോളും. പിന്നെ index.css എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റൈൽ ഇട്ടതെന്ന് പറഞ്ഞാൽ index.css കൊടുക്കുന്ന സ്റ്റൈല് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏത് ഫയലിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? index.css നമ്മൾ CSS കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏത് ഫയലിന്റെ അകത്തും റിയാക്ട് ആപ്ലിക്കേഷനിലെ ഏത് ഫയലിലും ആ CSS അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡിവിന്റെ മേളിൽ നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. ടു ഡു ആപ്പ് എന്ന് കൊടുക്കാം. h1 ടാഗിന്റെ അകത്ത് നമുക്കൊരു ടു ഡു ആപ്പ് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ടു ഡു ആപ്പ് എന്നുള്ള ഹെഡിങ് വന്നിട്ടുണ്ട്. ഇനി ഈ div ടു ഡു ഇൻപുട്ട് എന്നുള്ള ക്ലാസ് നെയിം ഉള്ള ഡിവിന്റെ അകത്ത് ഈ ഡിവിന്റെ അകത്ത് നമുക്ക് ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇതാണല്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടെ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഈ ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സിന്റെ അകത്താണ് നമ്മൾ ടു ഡു നമ്മുടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സും വേണം, ഈ ആഡ് ബട്ടണും വേണം. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, ഇതിന്റെ ക്ലാസ് നെയിം നമുക്ക് ടു ഡു ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം.
ഒരു പ്ലേസ് ഹോൾഡറും കൊടുത്തേക്കാം, എൻ്റർ ടു ഡു എന്നുള്ളത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയി നോക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ എൻ്റർ ടു ഡു എന്ന് അതിൻ്റെ അകത്ത് കാണുന്നില്ലേ, അതാണ് നമ്മൾ പ്ലേസ് ഹോൾഡർ ആയിട്ട് കൊടുത്ത സംഭവം. ഈ പ്ലേസ് ഹോൾഡർ ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ആദ്യം അതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പൊ എൻ്റർ ടു ഡു ടെക്സ്റ്റ് എന്നാക്കി നമ്മള്. അപ്പൊ ഇവിടെ അത് എൻ്റർ ടു ഡു ടെക്സ്റ്റ് എന്നാകും. ഇതിന്റെ ക്ലാസ് നെയിം ടു ഡു ഇൻപുട്ട് ടെക്സ്റ്റ് എന്നാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വേണം, അതായത് ഇതിന്റെ ആഡ് ബട്ടൺ, ആ ബട്ടൺ വേണം. ആ ബട്ടൺ ആഡ് ചെയ്യാനായിട്ട് ഈ ഇൻപുട്ട് ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യാം. ബട്ടൺ ആഡ് എന്നും പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ നമുക്ക് ആ ആഡ് ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടിയിരുന്ന ആ ഇൻപുട്ട് ടൈപ്പ് ചെയ്യാനുള്ള, അതായത് ടു ഡു ഐറ്റത്തിന്റെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഇൻപുട്ടും പിന്നെ ഒരു ആഡ് ബട്ടണും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ താഴെ ആഡായി പോകണം. അപ്പൊ ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത് ആ സംഭവം, താഴത്തെ ലിസ്റ്റാണ് ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ടു ഡു ഐറ്റംസ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതിൽ ടു ഡുയുടെ ടെക്സ്റ്റ് ഉണ്ട്, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ഉണ്ട്, ഒരു കംപ്ലീറ്റ് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അപ്പൊ ഈ സെക്ഷൻ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ബട്ടൺ കഴിഞ്ഞിട്ട് UL എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യാം. UL എന്ന് പറയുന്ന HTML ടാഗ് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്, അതായത് ലിസ്റ്റ് ഓഫ് ഐറ്റം കാണിക്കാനുള്ള ടാഗ് ആണ് UL. UL-ന്റെ അകത്ത് നമ്മളൊരു LI ഐറ്റം കൊടുക്കണം, അതാണ് ഒരു ലിസ്റ്റ് ഐറ്റം. LIക്കകത്ത് നമ്മളൊരു സ്പാൻ കൊടുക്കുന്നു. ഇപ്പം ലേൺ റിഡക്സ്, ഈ സ്പാനിന്റെ അകത്താണ് നമ്മൾ ടു ഡുയുടെ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഇനി രണ്ട് ബട്ടൺ വേണം. ബട്ടൺ, ഇതിന് ക്ലാസ് നെയിം നമ്മൾ കൊടുക്കേണ്ടത് കംപ്ലീറ്റ് ബട്ടൺ ആണ്. ഇതിന്റെ എല്ലാ ക്ലാസ്സും നമ്മൾ index.css ഇട്ടിട്ടുണ്ട് കേട്ടോ. index.css അതേ കാണിച്ചു തരാം, കണ്ട കംപ്ലീറ്റ് ബട്ടൺ, ഡിലീറ്റ് ബട്ടൺ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കംപ്ലീറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഡിലീറ്റിന്റെ ബട്ടൺ വേണം. ബട്ടൺ ക്ലാസ് നെയിം ഡിലീറ്റ് ബട്ടൺ, അതിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. ഇത് നമ്മൾ ഒരു ലിസ്റ്റ് ഐറ്റം ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്, നമ്മൾ ഡയറക്ട്ലി ഡിസ്പ്ലേ ചെയ്തേക്കുവാണ്. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഡയറക്ട്ലി എഴുതിയതാ. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെ എന്തോ കുഴപ്പം വന്നിട്ടുണ്ടല്ലോ. ഈ UL ഇല്ലേ, ഈ UL-ഉം LIയും കൂടി കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ഡിവിന്റെ പുറത്ത് കൊടുക്കാം. ഓക്കെ, കാരണം ഈ ഡിവ് എന്ന് പറയുന്നത് ആ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സും ബട്ടണും മാത്രം കാണിക്കാനുള്ളത്. ഈ UL അതിന്റെ ഡിവിന്റെ പുറത്ത് മതി. ഇപ്പൊ നമുക്ക് UI നോക്കാം. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ കൊടുത്ത ലേൺ റിഡക്സ് എന്നുള്ള ടെക്സ്റ്റും കംപ്ലീറ്റ് ബട്ടണും ഡിലീറ്റ് ബട്ടണും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇത് ഡയറക്ട്ലി കൊടുത്തേക്കുക. ഇത് കണ്ട, ഈ UL-ന്റെ അകത്ത് നമ്മൾ ഡയറക്ട്ലി കൊടുത്തേക്കും. ഇങ്ങനെ ഡയറക്ട്ലി അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. ആ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുമ്പം ഈ സംഭവം ഇവിടെ വരണം. ഇത് ജസ്റ്റ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ വരുന്ന പോലെ നമുക്ക് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം റിയാക്ടിന്റെ യൂസ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. യൂസ്റ്റേറ്റ് എന്ന് പറയുന്ന റിയാക്ടിലെ ഒരു ഹുക്കാണ്. റിയാക്ടിലെ എല്ലാ കമ്പോണന്റിനും സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ ആപ്പ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനൊരു സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഡേറ്റ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്റ്റേറ്റ്. അത് എല്ലാ കമ്പോണന്റിനും ഉണ്ട്. ആ കമ്പോണന്റിന്റെ സ്റ്റേറ്റില് നമുക്ക് എന്തെങ്കിലും ഡേറ്റ ഇടാനാണ് നമ്മൾ യൂസ്റ്റേറ്റ് ഹുക്ക് ഉപയോഗിക്കുന്നത്. അതിന്റെ പേര് വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, യൂസ്റ്റേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ യൂസ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് നമുക്ക് ആപ്പ് കമ്പോണന്റിന്റെ സ്റ്റേറ്റില് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം.
ആ അറേ എന്ന് പറയുന്നത് നമ്മുടെ ടു ഡു ഐറ്റങ്ങളെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അറേ ആയിരിക്കും. അപ്പൊ നമുക്കതിനെ ടു ഡൂസ് എന്ന് വിളിക്കാം. സെറ്റ് ടു ഡൂസ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്. ഇനിഷ്യലി നമുക്ക് എം ടി അറേ മതി. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു ഡു ഒന്നും കാണിക്കണ്ട. നമ്മൾ എൻ്റർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ മാത്രം ആ ലിസ്റ്റ് കൂടി കൂടി വന്നാൽ മതി. അപ്പം യൂസ് സ്റ്റേറ്റിൽ ആദ്യത്തെ വാല്യൂ എം ടി അറേ ആയിരിക്കണം. യൂസ് സ്റ്റേറ്റ് വെച്ച് നമ്മൾ ആപ്പ് കമ്പോണന്റിന്റെ സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്ത അറേയാണ് ടു ഡൂസ്. ഓക്കെ, ഇനി ആ ടു ഡു അറേയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ട് വരുന്ന ഫംഗ്ഷൻ ആണ് സെറ്റ് ടു ഡൂസ്. ഇത് യൂസ് സ്റ്റേറ്റ് ഹുക്ക് എന്താന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ച് കമ്പോണന്റിന്റെ സ്റ്റേറ്റിൽ നമ്മൾ ഡേറ്റ ഇടാൻ പറ്റും. അത് ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഡേറ്റ ടൈപ്പിലെ ഡേറ്റയും നമുക്ക് ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ആപ്പ് കമ്പോണന്റിന്റെ സ്റ്റേറ്റിൽ നമുക്കൊരു അറേ വേണം. ആ അറേക്കകത്താണ് നമ്മൾ നമ്മുടെ ടു ഡൂസ് ഇടാൻ പോകുന്നത്. അതായത് ലിസ്റ്റ് ഓഫ് ഐറ്റങ്ങൾ എപ്പോൾ നമ്മൾ യു ഐയിൽ കാണിക്കുവാണേലും അത് അറേ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ആ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഉപയോഗിച്ചു. ഇതാണ് ആ അറേ, ടു ഡൂസ് അറേ. ഈ സെറ്റ് ടു ഡൂസ് എന്ന് പറയുന്നത് ഈ അറേയിൽ മാറ്റം വരുത്താനുള്ള ഫംഗ്ഷൻ ആണ്. ഇത്ര അറിഞ്ഞാൽ മതി ഇപ്പൊ. ഇനി ഈ ടു ഡൂസ് അറേ എടുത്തിട്ട് ഇവിടെ മാപ്പ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നറിയാവോ? ഇവിടെ ഇങ്ങനെ ചെയ്യാം. ടു ഡൂസ് ഡോട്ട് മാപ്പ് ടു ഡു. എന്നിട്ട് ഈ li ഉണ്ടല്ലോ, ഈ li കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. ഓക്കെ, ടു ഡൂസ് ഡോട്ട് മാപ്പ് ടു ഡു. ഇതിന്റെ അകത്ത് നിന്ന് നമ്മൾ ഡയറക്ട്ലി ഇങ്ങനെ കൊടുക്കണ്ട, ടു ഡു ഡോട്ട് ടു ഡു ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ബട്ടന്റെ പേര് അത് തന്നെ. അപ്പൊ നമ്മൾ മാപ്പ് ചെയ്തു. പിന്നെ ഒരു ഓക്കെ, ഇനി നമ്മൾ യു ഐയിൽ എന്താ വന്നേക്കുന്നതെന്ന് നോക്കാം. യു ഐയിൽ ഇപ്പം എം ടി ആണ് വന്നേക്കുന്നത്, ലിസ്റ്റ് ഒന്നും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ടു ഡൂസ് ആണ് മാപ്പ് ചെയ്തേക്കുന്നത്. ലിസ്റ്റ് ഓഫ് ഐറ്റങ്ങളെ യു ഐയിൽ കാണിക്കാനാണ് മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അറേയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ടു ഡൂസ് അറേക്കകത്ത് ഇപ്പോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ യു ഐയിൽ ഒന്നും തന്നെ കിട്ടാത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ഞെക്കുമ്പം ഈ ടു ഡൂസ് അറേയിലേക്ക് ആഡ് ചെയ്ത് വിടണം. അപ്പം നമ്മൾ ഇവിടെ മാപ്പ് ചെയ്തത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി താഴെ വന്നോളും. അപ്പം ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പം ഈ വാല്യൂ നമുക്ക് സ്വീകരിക്കണം. ഈ വാല്യൂ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ആഡ് ഞെക്കുമ്പം ആ സ്റ്റോർ ചെയ്ത വാല്യൂ എടുത്ത് ടു ഡു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ യൂസ് സ്റ്റേറ്റ് തന്നെ ഒരു വേരിയബിളും കൂടി സ്റ്റേറ്റിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം, ടു ഡു ടെക്സ്റ്റ് എന്നും പറഞ്ഞു. ഓക്കെ, സെറ്റ് ടു ഡു ടെക്സ്റ്റ്. ഓക്കെ, യൂസ് സ്റ്റേറ്റ് ആദ്യം അതിന്റെ വാല്യൂ എം ടി ആയിരിക്കും. അപ്പൊ നമ്മൾ ടു ഡു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ടു ഡു ടെക്സ്റ്റ് ഇല്ലേ, ഇത് നമ്മൾ ഈ ഇൻപുട്ടിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുവാണ്. ഇതെന്താ എല്ലാം വന്ന് ടു ഡു ടെക്സ്റ്റ്. അതായത് ഈ ടു ഡു ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ ഇൻപുട്ടിന്റെ വാല്യൂ ആയിട്ട് പാസ് ചെയ്ത് ഈ സ്റ്റേറ്റ് വേരിയബിൾ. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്താൽ ഈ സംഭവം മാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇൻപുട്ടിന്റെ വാല്യൂ ആയിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് ടു ഡു ടെക്സ്റ്റ് ആണ്. ആ ടു ഡു ടെക്സ്റ്റ് എം ടി സ്ട്രിങ് ആണ്. അപ്പൊ ഈ ടു ഡു ടെക്സ്റ്റിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ വാല്യൂ മാറത്തുള്ളൂ. അതായത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ടു ഡു ടെക്സ്റ്റ് എന്നുള്ള വാല്യൂ മാറണം, അപ്ഡേറ്റ് ആവണം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. കോൺസ്റ്റ് ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ച്. അതായത് ഇൻപുട്ടിൽ വരുന്ന മാറ്റത്തെ
ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇവന്റ് ആണ് ഇതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. സെറ്റ് ടു ഡു ടെക്സ്റ്റ് ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്താ വരുന്നതെന്ന് ഞാൻ കൺസോൾ ചെയ്ത് കാണിച്ചു തരാം. കൺസോൾ ഡോട്ട് ലോഗ് വാല്യൂ, ഞാൻ ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ അതിന്റെ വാല്യൂ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറും. ഇതിൽ നമ്മൾ ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ചിൽ ചെയ്തേക്കുന്നത് സെറ്റ് ടു ഡു ടെക്സ്റ്റിലേക്ക് ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുത്തേക്കാണ്. അതായത് ടു ഡു നമ്മൾ ആ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്ത വാല്യൂ ഇതിലോട്ട് സ്റ്റോർ ആകും. അത്ര ഉള്ളു സംഭവം. ഇനി ഈ ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ ഈ ഇൻപുട്ടിന്റെ ഓൺ ചേഞ്ചിൽ കൊടുക്കണം. ഈ ഇൻപുട്ടിന്റെ ഓൺ ചേഞ്ചിൽ നമ്മൾ ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ച് ഫംഗ്ഷൻ പാസ് ചെയ്യണം. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുമ്പം വർക്കാകുന്ന ഇവന്റ് ആണ് ഓൺ ചേഞ്ച്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുമ്പം ഈ ഫംഗ്ഷൻ ആണ് വർക്ക് ആവുന്നത്. അപ്പൊ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇൻസ്പെക്ട് അടിച്ചിട്ട് കൺസോൾ എടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം SARA, ഇത് കണ്ട വാല്യൂ SARA വാല്യൂ എന്തുവാ? ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. അപ്പൊ ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ ആണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സംഭവം. കണ്ട SARAT അടിച്ചപ്പം വാല്യൂലും SARAT വന്നിട്ടുണ്ട്. ആ ഇൻപുട്ടിന്റെ വാല്യൂനെ നമ്മൾ സെറ്റ് ടു ഡു ടെക്സ്റ്റ് ഇത് വിളിച്ചിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ് വേരിയബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് വേരിയബിളിന്റെ അകത്ത് ഈ വാല്യൂ കാണും. ഓക്കെ, ഞാൻ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ആ വാല്യൂ ടൈപ്പ് ചെയ്ത വാല്യൂ ടു ഡു ടെക്സ്റ്റിന്റെ അകത്ത് ഉണ്ടല്ലോ, അതെടുത്ത് ടു ഡൂസിലേക്ക് ആഡ് ചെയ്ത് വിടണം. അപ്പൊ എന്താകും? ഇവിടെ ഒരു ടു ഡു ആയിട്ട് ആഡ് ആകും. അത് നമുക്ക് അതിന് വേറൊരു ഫംഗ്ഷൻ എഴുതാം. കോൺസ്റ്റ് ആഡ് ടു ഡു. ആഡ് ടു ഡു എന്നൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഒരു ടു ഡു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ടു ഡു ഐറ്റം ഈക്വൽ ടു, അതില് ആദ്യത്തെ കീ എന്ത് കൊടുക്കണമെന്ന് അറിയാം. നമ്മളിവിടെ ടു ഡു ടെക്സ്റ്റ് എന്നൊരു കീ കൊടുത്തിട്ടുണ്ട്. ആ സെയിം കീ ഇവിടെ കൊടുത്തിട്ട് ടു ഡു ടെക്സ്റ്റ് ആയിട്ട് ഈ ടു ഡു ടെക്സ്റ്റ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് കൂടി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാല് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ഞെക്കുമ്പം ഈ ഒരു വര വരുന്നുണ്ടല്ലോ, അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാ. അപ്പം ആദ്യം നമ്മൾ ടു ഡു ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് ഫോൾസ് ആയിരിക്കും. കാരണം ടു ഡു ക്രിയേറ്റ് ചെയ്യുമ്പം ടു ഡു കംപ്ലീറ്റഡ് അല്ല. അതുകൊണ്ട് കംപ്ലീറ്റഡ് ഫോൾസും ടു ഡു ടെക്സ്റ്റ് നമ്മുടെ ഈ ടു ഡു ടെക്സ്റ്റുമായിട്ട് നമ്മൾ കൊടുക്കും. എന്നിട്ട് ഈ ടു ഡു ഐറ്റത്തെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റ് ടു ഡൂസിന്റെ അകത്ത് ഇങ്ങനെ ഒരു അറേ ഓപ്പൺ ചെയ്തിട്ട് ഓൾറെഡി ഉള്ള അറേയുടെ കൂടെ, അതായത് ഓൾറെഡി അതിൻ്റെ അകത്ത് എലമെന്റ് കാണും, അതിന്റെ കൂടെ വേണം ഇത് ആഡ് ചെയ്ത് വിടാൻ. ഓൾറെഡി ഉള്ള എലമെന്റുകൾക്ക് പ്രശ്നമൊന്നും വരാൻ പാടില്ല. അപ്പൊ ഓൾറെഡി ഉള്ളതിന്റെ കൂടെ ഈ ടു ഡു ഐറ്റം കൂടി നമ്മൾ ആഡ് ചെയ്ത് വിടും. ഓക്കെ, എന്നിട്ട് ഈ ആഡ് ടു ഡു എന്നുള്ള ഫംഗ്ഷൻ എടുത്തിട്ട് ഈ ബട്ടൺ ഇല്ലേ, ആഡ് ബട്ടൺ, ആഡ് ബട്ടണിന്റെ ഓൺ ക്ലിക്കിലേക്ക് കൊടുക്കണം. അതായത് ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ആഡ് ടു ഡു എന്നുള്ള ഫംഗ്ഷൻ വർക്കായിട്ട് ടു ഡു ആഡ് ആവും. ഇനി നമ്മുടെ ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ, ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ടു ഡു. ഓക്കെ, ആഡ് ഞെക്കുമ്പം കണ്ട ടു ഡു ആയിട്ട് ആഡ് ആയി. ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഫസ്റ്റ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ, നമ്മൾ ആഡ് ചെയ്തു ആ ടു ഡു ആഡ് ചെയ്തപ്പോഴും ഈ സംഭവം ഇവിടെ ഉണ്ട്, അത് പാടില്ല. അതായത് ടു ഡു ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്ലിയർ ആവണം. അതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ടു ഡു ടെക്സ്റ്റ് അല്ലേ, അപ്പൊ സെറ്റ് ടു ഡു ടെക്സ്റ്റ് എടുത്തിട്ട് എംപ്റ്റി സെറ്റ് ചെയ്ത് വിട്ടാൽ മതി, പഴയ പോലെ തന്നെ. അപ്പൊ ആഡ് ആയി കഴിഞ്ഞാൽ അത് പൊക്കോളും. സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ടു.
ആഡ്, അത് പോയി. ഓക്കെ, അപ്പൊ നമ്മള് ആഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു, ലിസ്റ്റും ചെയ്തു, നമ്മുടെ ടു ഡു സംഭവങ്ങൾ ലിസ്റ്റ് ആകുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള രണ്ട് സംഭവങ്ങളാണ് കംപ്ലീറ്റും ഡിലീറ്റും. കംപ്ലീറ്റ് ഞെക്കുമ്പോ എന്താവണം, ഇങ്ങനെ സ്റ്റൈല് മാറണം. ഡിലീറ്റ് ഞെക്കുമ്പോ ഡിലീറ്റ് ആയി പോണം. ആദ്യം നമുക്ക് കംപ്ലീറ്റ് ശരിയാക്കാം. അപ്പൊ ഈ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണെന്നറിയാമോ, ഇപ്പൊ ഞാൻ ഈ സബ്സ്ക്രൈബ് ടു ദിസ് ചാനലിന്റെ കംപ്ലീറ്റിലാണ് ഞെക്കിയെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റണം. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ 2 കംപ്ലീറ്റിലാണ് ഞാൻ ഞെക്കിയ, ഏത് ഐറ്റത്തിന്റെ കംപ്ലീറ്റിലാണ് ഞെക്കിയെന്ന് അറിയാമെങ്കിലല്ലേ ആ ഐറ്റം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ഈ മാപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉപയോഗിക്കാം. ഇൻഡെക്സ് എന്ന് പറയുന്നത് അറേ ഇൻഡെക്സ് ആണ്. അതായത് മാപ്പ് ഫംഗ്ഷൻ നമ്മൾ അറേയിൽ ഉപയോഗിക്കുമ്പം അറേയുടെ ഇൻഡെക്സ് കൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അറേയുടെ ഇൻഡെക്സ്, അറേ ഐറ്റത്തിന്റെ ഇൻഡെക്സ്, ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓരോ അറേ ഐറ്റത്തിന്റെ പൊസിഷൻ ആണ് ഇൻഡെക്സ്. ഈ ആദ്യത്തെ പൊസിഷൻ അപ്പൊ 0 ആയിട്ട് വരും. അറേ ഇൻഡെക്സ് 0 തുടങ്ങുന്നത്. രണ്ടാമത്തെ ഇൻഡെക്സ് 1 ആയിട്ട് വരും. അപ്പം ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആ എലമെന്റിന്റെ പൊസിഷൻ അറിയാൻ പറ്റും. അപ്പം എന്ത് ചെയ്യാം, ഇൻഡെക്സ് വെച്ച് എലമെന്റിന്റെ പൊസിഷൻ അറിഞ്ഞിട്ട് ആ എലമെന്റിനെ കംപ്ലീറ്റോ ഡിലീറ്റോ നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചാല് കൺസോളിൽ ഒരു എറർ കാണും. ഈച്ച് ചൈൽഡ് ഇൻ എ ലിസ്റ്റ് ഷുഡ് ഹാവ് എ യുണീക് കീ പ്രോപ്പ്. ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യനും കൂടിയാണ്. അതായത് റിയാക്റ്റിൽ എപ്പോഴൊക്കെ നമ്മളൊരു ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നോ അവിടെ ഒരു കീ പ്രോപ്പർട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലയിലേക്ക് ഒരു കീ പ്രോപ്പർട്ടി കൊടുക്കാം അല്ലെ. അത് ഇൻഡെക്സ് ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തേക്കാം. അത് യുണീക്ക് ആയിരിക്കണം. എല്ലാ ലിസ്റ്റ് ഐറ്റത്തിനും ഒരു കീ വേണം, അത് യുണീക്കും ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇൻഡെക്സ് ഡോട്ട് ടു സ്ട്രിങ് കൊടുത്തു. ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം വർക്ക് ആവുമോ. ഇപ്പൊ നമ്മുടെ കൺസോളിൽ ആ ഒരു എറർ ഇല്ല, ആ എറർ പോയി. അതായത് ആ വാർണിംഗ് പോയി, കീ കറക്റ്റ് ആണ്. ഇനി കംപ്ലീറ്റിന്റെ ഫങ്ഷണാലിറ്റി നമുക്ക് എഴുതാം. കോൺസ്റ്റ് കംപ്ലീറ്റ് ടു ഡു. ഈ കംപ്ലീറ്റ് ടു ഡു എന്നുള്ള ഫംഗ്ഷനിലേക്ക് നമുക്ക് നമ്മുടെ എലമെന്റിന്റെ ഇൻഡെക്സ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇൻപുട്ട് ആയിട്ട് എലമെന്റിന്റെ ഇൻഡെക്സ് സ്വീകരിച്ചിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഈ ടു ഡൂസ് അറേ ഇല്ലേ അതിന്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, ആദ്യം ടു ഡൂസ് കോപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ കോപ്പി എടുക്കും. കോപ്പി എടുക്കുന്നത് ഇങ്ങനെയാ, അറേ കൊടുത്തിട്ട് 3 ഡോട്ട് കൊടുത്തിട്ട് ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി കിട്ടും. കോപ്പി അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റ്ലി മാറ്റം വരും. അതുകൊണ്ടാണ് കോപ്പി എടുക്കുന്നത്. കോപ്പി എടുത്തിട്ട് നമ്മുടെ കോപ്പി അറേയിൽ നിന്നും ടു ഡൂസ് കോപ്പി ഓഫ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ എലമെന്റ്, ഏതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് ഐറ്റം ഡോട്ട് കംപ്ലീറ്റഡ്, നമ്മുടെ എല്ലാ ടു ഡൂയിലും 2 കീ ആണ് ഉള്ളത്. അറയ്ക്കകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ആണ് വാല്യൂ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിൽ 2 കീ ഉണ്ട്. ഒന്ന് ടു ഡു ടെക്സ്റ്റ്, അതാണ് നമ്മുടെ ടു ഡൂയുടെ ടെക്സ്റ്റ്. രണ്ടാമത്തത് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു കീ, അത് ഫാൾസ് ആണോ ട്രൂ ആണോ. ടു ഡു കംപ്ലീറ്റഡ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഈ കംപ്ലീറ്റഡ് എന്നുള്ളത് നമുക്ക് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം, ട്രൂ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അറേയുടെ കോപ്പി എടുത്തു, കോപ്പിയിൽ നിന്നും നമുക്ക് മാറ്റേണ്ട കംപ്ലീറ്റ് ആക്കേണ്ട ഐറ്റത്തെ നമ്മൾ ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്തു. അതിന്റെ കംപ്ലീറ്റഡ് എന്നുള്ള പ്രോപ്പർട്ടിയെ നമ്മൾ ട്രൂ ആക്കി. ഇനി എന്ത് ചെയ്യും, ടു ഡൂസ് കോപ്പി ഓഫ് ഇൻഡെക്സിലേക്ക് ഐറ്റത്തെ നമ്മൾ പിന്നെയും റീപ്ലേസ് ചെയ്തു. ഇനി നമ്മുടെ സെറ്റ് ടു ഡൂസ് ഇല്ലേ, സെറ്റ് ടു ഡൂസിലേക്ക് ഈ ടു ഡൂസ് കോപ്പി എടുത്ത് സെറ്റ് ചെയ്യും. മനസ്സിലായോ, നമ്മൾ കോപ്പി എടുത്തു, കോപ്പി അറേന്ന് ഐറ്റം എടുത്തു, ഐറ്റത്തിന്റെ കംപ്ലീറ്റഡ് പ്രോപ്പർട്ടി ട്രൂ ആക്കി, ഐറ്റം ആ ഇൻഡെക്സിൽ പിന്നെയും വെച്ചു. അപ്പൊ പുതിയ ഐറ്റത്തിൽ കംപ്ലീറ്റഡ് ആയി. എന്നിട്ട് ആ മൊത്തം ടു ഡൂസ് കോപ്പി അറേ എടുത്ത് സെറ്റ് ടു ഡൂസിൽ വെച്ചു, ടു ഡൂസിനെ റീപ്ലേസ് ചെയ്തു.
ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എലമെന്റ് കംപ്ലീറ്റ് ആവും. ഈ കംപ്ലീറ്റ് ടു ഡു എന്നുള്ളത് നമുക്ക് ഈ ബട്ടണിന്റെ ഓൺ ക്ലിക്കിൽ കൊടുക്കാം. ഓൺ ക്ലിക്ക്. ഓക്കെ, കംപ്ലീറ്റ് ടു ഡു ഇൻഡെക്സ് നമ്മൾ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യണം. ഓക്കെ, അതായത് ഈ ബട്ടൺ, അതിന്റെ ഓൺ ക്ലിക്ക്, അതിൽ കംപ്ലീറ്റ് ടു ഡു ഫംഗ്ഷൻ ഇൻഡെക്സ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ഇനി എന്താ സംഭവം എന്നറിയാവോ? നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു സ്റ്റൈൽ ചേഞ്ച് വരാനുണ്ട്. ആ സ്റ്റൈൽ ചേഞ്ച് വരാനായിട്ട് നമ്മൾ ഈ LIക്കകത്ത് ഒരു ക്ലാസ് നെയിം അപ്ലൈ ചെയ്യണം. LI ക്ലാസ് നെയിം എങ്ങനെ അപ്ലൈ ചെയ്യണം? to do dot completed. ഈ to do dot completed ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ അതിന്റെ അർത്ഥം to do dot completed ട്രൂ ആണോ എന്നാണ്. കംപ്ലീറ്റഡ് ട്രൂ ആണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലാസ് നെയിം അപ്ലൈ ചെയ്യേണ്ടത് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞിട്ടാണ്. ട്രൂ അല്ലെങ്കിൽ empty കൊടുത്താൽ മതി. മനസ്സിലായോ? അതായത് to do dot completed ട്രൂ ആണെങ്കിൽ ക്ലാസ് നെയിം കംപ്ലീറ്റഡ് ആയിരിക്കും. കംപ്ലീറ്റഡ് ഫോൾസ് ആണെങ്കിൽ ക്ലാസ് നെയിം empty ആയിരിക്കും. അപ്പം ഇനി നമുക്ക് to do ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ലേൺ ഹുക്സ് എന്ന് കൊടുക്കാം. to do ആഡ് ചെയ്തു. സബ്സ്ക്രൈബ് കൊടുക്കാം, ലൈക്ക് കൊടുക്കാം. ഓക്കെ, ഈ കംപ്ലീറ്റിൽ ഞാൻ ഞെക്കാൻ പോവാ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അത് കംപ്ലീറ്റ് ആയി. കണ്ട, ഈ കംപ്ലീറ്റിൽ ഞെക്കിയപ്പോ നമ്മൾ കംപ്ലീറ്റ് ബട്ടന്റെ ഓൺ ക്ലിക്കിൽ കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ടു ഡു ഫംഗ്ഷൻ ആണ്. അതിൽ നമ്മൾ ഇൻഡെക്സ് പാസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ടു ഡു ഫംഗ്ഷന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഐറ്റം ഡോട്ട് കംപ്ലീറ്റഡ് നമ്മൾ ട്രൂ ആക്കി. മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ മാപ്പ് ചെയ്യുന്ന ടു ഡു ഡോട്ട് കംപ്ലീറ്റഡ് ട്രൂ ആണെങ്കിൽ കംപ്ലീറ്റഡ് സ്റ്റൈൽ അപ്ലൈ ചെയ്തു. അപ്പം ഈ ഒരു സംഭവത്തിൽ ആ സ്റ്റൈൽ അപ്ലൈ ആകും. സ്റ്റൈൽ അപ്ലൈ ആകുമ്പോൾ ആ ഒരു ലൈൻ വരും. മനസ്സിലായോ? ആ ലൈൻ വരുന്നത് നമ്മൾ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റഡ് ഫംഗ്ഷനാലിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഡിലീറ്റ് ആണ്. ഡിലീറ്റ് ഞെക്കുമ്പോൾ ഈ സംഭവം ലിസ്റ്റിൽ നിന്ന് പോകണം. അതിന് നമുക്ക് ഡിലീറ്റ് ടു ഡു എന്നൊരു ഫംഗ്ഷൻ എഴുതാം. ഡിലീറ്റ് ടു ഡു, ഇതിനും ഇൻഡെക്സ് ആണ് വേണ്ടത്. ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഇൻഡെക്സ് ആണ് വേണ്ടത്. സെയിം സംഭവം ചെയ്താൽ മതി. കോപ്പി എടുക്കുക. ഓക്കെ, കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഇൻഡെക്സ് നമുക്ക് കിട്ടിയല്ലോ. ടു ഡു ഇൻഡെക്സ് ഡോട്ട് സ്പ്ലൈസ്. സ്പ്ലൈസ് എന്ന് പറഞ്ഞാൽ അറയെ മുറിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യാനും സ്പ്ലൈസ് മെത്തേഡ് ഉപയോഗിക്കാം. ഇൻഡെക്സ് കൊടുക്കുക. ഈ ഇൻഡെക്സിൽ നിന്നും ഒരൈറ്റം, അതായത് അറയുടെ ഈ ഇൻഡെക്സിൽ നിന്നും ഒരൈറ്റത്തെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ടു ഡു സ്കോപ്പി എന്നുള്ള അറയിലെ ഈ ഇൻഡെക്സിൽ നിന്നും ഒരൈറ്റത്തെ നമ്മൾ സ്പ്ലൈസ് മെത്തേഡ് വെച്ച് ഡിലീറ്റ് ചെയ്തു. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ. കോപ്പിയിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ കോപ്പിയിൽ ഇപ്പോ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ആ ഒരു ഐറ്റം ഇല്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റം ഇല്ല. എന്നിട്ട് സെറ്റ് ടു ഡൂസിലേക്ക് നമ്മൾ ടു ഡൂസ് കോപ്പി സെറ്റ് ചെയ്താൽ മതി. അപ്പൊ സെറ്റ് ടു ഡൂസ് ചെയ്യുന്നത് പൊക്കോളും. ഇനി ഡിലീറ്റ് ടു ഡൂവിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓൺ ക്ലിക്കിൽ കൊടുക്കണം. ഏതാ? ഡിലീറ്റിന്റെ ഓൺ ക്ലിക്കിൽ. ഡിലീറ്റിന്റെ ഓൺ ക്ലിക്കിൽ ഡിലീറ്റ് ടു ഡൂവും അതിലോട്ട് ഇൻഡെക്സ് പാസ് ചെയ്യണം. ഡിലീറ്റ് ടു ഡു ഇൻഡെക്സ്. ഡിലീറ്റ് ടു ഡൂവിന്റെ അകത്ത് നമ്മൾ ഇൻഡെക്സ് ആർഗ്യുമെന്റ് ആയിട്ട് വാങ്ങുന്നുണ്ട്. അറയുടെ കോപ്പി എടുക്കുന്നു. ടു ഡൂസ് അറയുടെ കോപ്പി എടുക്കുന്നു. കോപ്പിയിൽ നിന്നും എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കോപ്പി അറേ എടുത്തിട്ട് നമ്മൾ ടു ഡൂസിലേക്ക് സെറ്റ് ചെയ്യുന്നു. ഇവിടെ പോകാം, ഇത് ഡിലീറ്റ് ചെയ്യാം, അത് ഡിലീറ്റ് ആയി. ഇത് ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ആയി. ഇനി പുതിയ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അതും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ആയി.
അപ്പൊ നമ്മളൊരു കംപ്ലീറ്റ് ടു ഡു ആപ്ലിക്കേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടു ഡു ആപ്ലിക്കേഷൻ നമ്മൾ റിയാക്ട് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആഡ്, കംപ്ലീറ്റ്, ഡിലീറ്റ് 3 ഫങ്ഷണാലിറ്റീസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന്റെ കോഡ് ഞാൻ ഗിറ്റ്ഹബിന്റെ ലിങ്കും കൂടി ഞാൻ ഇട്ടേക്കാം, CSS ന്റെ ലിങ്കും ഇട്ടേക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിയാക്ട് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.